മലയാള സിനിമയ്ക്ക് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത സംവിധായകൻ ശ്രീ പ്രിയനന്ദൻ ഇന്ന് അമ്മയ്ക്കൊരുമയിൽ. ദർശന ടി വിയിലെ അമ്മയ്ക്കൊരു ഉമ്മ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എൻ്റെ കൂടെ ഒരു അമ്മയുണ്ട്. നമുക്ക് ആ അമ്മയെ പരിചയപ്പെടാം. എന്താ പേരമ്മേ? ദേവകി അമ്മ. ശരിക്കും സ്ഥലം? തെന്മല. തെന്മല ശരിക്കും ഡാമിൻ്റെ അടുത്ത് തന്നെ. അതെ, കൊല്ലം ജില്ല തെന്മല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് അമ്മ എത്ര നാളായി? 4 വർഷമായി. അതല്ലേ? ഈ സ്ഥാപനം തുടങ്ങിയിട്ടും എൻ്റെ ഉദ്ഘാടനത്തിന് 3 മാസം കഴിഞ്ഞാൽ ഞാൻ വരുന്നത്. 4 വർഷത്തോളം ആയിട്ടുള്ള ഈ കെട്ടിടം കിട്ടിയിട്ട് ഉദ്ഘാടനമായിട്ട്. അമ്മയ്ക്ക് ആരെല്ലാം ഉണ്ട്? എനിക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. അമ്മയും അച്ഛനും എല്ലാം മരിച്ചു. ഭർത്താവും മരിച്ചു. ഭർത്താവ് ചെറുതിലെ കല്യാണം കഴിച്ചു കൊടുത്ത അമ്മയുടെ ആങ്ങളുടെ മോൻ്റെ കൂടെ അമ്മാൻ്റെ മകനാണ് കിട്ടിയത്. അങ്ങനെ ഇപ്പം മരിച്ചിട്ട് ഒരു 11 വർഷമായി. ഒരു മകനേ ഉള്ളൂ. നേരത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, മരിച്ചു പോയി കുഞ്ഞിലെ. പിന്നെ ഒത്തിരി നാളില്ലാതിരുന്നുണ്ടായതാണ് ഒരു കുട്ടി. അപ്പം അതിങ്ങനെ നല്ലതായിട്ട് വളരണമെന്ന് പറഞ്ഞൊക്കെ പഠിപ്പിച്ചെടുത്തൊക്കെ വന്നു. പിന്നെ തിരുവനന്തപുരം ബോർഡിങ്ങിലൊക്കെ കൊണ്ട് നിർത്തി പഠിച്ച് SSLC വരെ പഠിപ്പിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രസ്സിലെ പണി 2-3 വർഷം അത് പഠിച്ചു. അങ്ങനെ ആ പണിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 10-27 വയസ്സായപ്പോൾ മുതൽ ഞാൻ കല്യാണം കഴിക്കാൻ പറയുന്നു. അവൻ കേൾക്കുന്നില്ല. അപ്പം അവനൊരാൾ വേണ്ടേ, എനിക്കും വയസ്സായ ഒരു സഹായത്തിന് ആൾ വേണമല്ലോ. അതുകൊണ്ട് മോനായിരുന്നു കല്യാണം കഴിഞ്ഞ് എനിക്കൊരു തൽക്കാലം ഒരു ജോലി ഉണ്ടല്ലോ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ തന്നെ. അപ്പം കിടക്കാനോ സ്ഥലമൊന്നും പറയാനില്ല. ഒരു കൊച്ചു വീടും അതിനെ ചുറ്റുള്ള ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. അപ്പോൾ എന്നാലും തൽക്കാലം ഇപ്പോൾ അവനത് മതി, നമുക്ക് ജീവിക്കാൻ ഇങ്ങനെ മതി. പിന്നെ ഇപ്പോഴാണ് എനിക്ക് ഇച്ചിരി കഴിവുണ്ടായിരുന്നു. തയ്യലൊക്കെ അറിയാം. എനിക്ക് തുണിയൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മെഷീനിട്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അമ്പലത്തിൽ വായിക്കാനൊക്കെ ആവശ്യപ്പെടുമ്പോൾ പോകാനൊക്കെ പൈസ കിട്ടും. പിന്നെ ഒരു പെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയി നമുക്ക് എങ്ങനെയൊക്കെ ജീവിക്കാൻ കുറച്ച് നാളെന്ന് പറഞ്ഞിട്ട് അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളതായിരുന്നു ആളാദ്യം. പിന്നീട് ഇങ്ങനെ മാറി മാറി എന്നോട് സ്നേഹം ഇല്ലാതെ വരുന്നു. പിന്നെ ജോലിക്ക് പോകത്തില്ല. എന്നെ ഇഷ്ടമില്ലാത്ത വ്യക്തി സംസാരിക്കുന്നു. പിന്നെ പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് രൂപ ഉണ്ടായി സ്വന്തമായിട്ട് ചെയ്യണം. ഈ ഒന്നുമില്ലാത്ത പാവങ്ങൾ എവിടുന്ന രൂപ ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു പാമ്പിടിച്ച കൊച്ചിനെ കൊണ്ടുവന്ന് അതിനെന്തെങ്കിലും 2 ഒരാങ്ങളെ എന്തെങ്കിലും കാണുമല്ലോ, അവരും കൂടെ നിനക്കൊരു സഹായിയാവും. അപ്പോൾ എന്തെങ്കിലും വേണ്ടതുപോലൊക്കെ അന്നേരം എങ്ങനെയാണെന്ന് വെച്ചൊക്കെ ചെയ്യാം. ഞാൻ എന്താ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. എന്തെയോ ഉപദേശം 4-5 വർഷം ഉപദേശിച്ച് ഞാൻ ഓരോ കാര്യം ഞങ്ങളുടെ ഒരുമാതിരിപ്പെട്ട അയലുകാരെ കൊണ്ടും കൂട്ടുകാരെ കൊണ്ടും ഞങ്ങളുടെ സമുദായത്തിലെ ആളുകളെ കൊണ്ടും ഒക്കെ സംസാരിച്ച് നോക്കി. അവൻ പെണ്ണ് കെട്ടത്തില്ല. ഇപ്പം ഞാൻ കെട്ടത്തില്ല ഒരേ നിർബന്ധം. എന്നാലും ഞാൻ അങ്ങനെ സഹിച്ചു പോയി. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ കണ്ടുകൂടാ. എപ്പോൾ വീട്ടിനകത്തോട്ട് കയറി വന്നാലും എനിക്ക് പൈസ വേണം. അപ്പോൾ എനിക്കുള്ള ഈ പൈസയൊന്നുമില്ല. അവസാനം ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം ഇതുപോലെ ഇവൻ വന്നാൽ എനിക്കങ്ങ് പേടിയാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ ഞാൻ അങ്ങനെ പോയിരുന്നിട്ട് ഒരു ദിവസം വന്നപ്പോൾ അമ്മ വീട്ടിലോട്ട് വന്ന് പറഞ്ഞ് വിളിച്ച്, വീട് അപ്പുറത്തോട്ടാണ്. കയറി വന്നപ്പോൾ അകത്ത് നിന്നിട്ട് പറയാം, 2 പേരും കൂടെ ഈ വീട്ടിൽ താമസിക്കാൻ ഇനി പറ്റത്തില്ല. ഇവിടെ ഒരാളെ ജീവിക്കാൻ പറ്റും. ഒരാൾ മരിക്കും. 2 പേരിൽ ഒരാൾ മരിക്കും. ഒരാളെ ഇവിടെ കാണും. ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ചിലപ്പോൾ എന്നെ സംബന്ധിച്ചായിരിക്കും. അവൻ എന്നെ നോക്കാനായിട്ട് മനസ്സില്ലായിരിക്കാം. അപ്പം ഞാൻ ഇറങ്ങാതെ രാത്രി 9 മണിയായി. ഞാൻ ഇറങ്ങി അപ്പുറത്ത് അടുത്ത വീട്ടിലോട്ട് പോയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ അവൻ കണ്ടുകൊണ്ട് നിൽക്കുക ഇറങ്ങിപ്പോന്നെ ഒക്കെ ഉണ്ട്. അവൻ എന്നെ വിളിച്ചതും ഇല്ല. പിറ്റേ ദിവസം ഒരു ദിവസം അവിടെയൊക്കെ എങ്ങനെയല്ലോ അവരുടെ പശുക്കൂട്ടിൻ്റെ അപ്പുറത്ത് അവർ പോലും അറിഞ്ഞിട്ടില്ല. ഒരു ഇരുന്ന് വെളുപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ പെങ്ങൾ അപ്പച്ചിയുണ്ട് കുറച്ച് അങ്ങോട്ട്. അവിടെ ചെന്ന് വേറൊരു വീട്ടിൽ ചെന്നാൽ ആരെങ്കിലും ഇവനുണ്ടായതുകൊണ്ട് ആരും നമ്മളെ കയറ്റി നിർത്തത്തില്ലല്ലോ. അവർക്ക് അറിഞ്ഞുകൊണ്ടല്ല ഇവൻ പറയുന്നതല്ല. ഞങ്ങളങ്ങനെ പുറത്ത് ഒരു വഴക്ക് കൂടത്തില്ല. ഞാൻ അത്ര വാത്സല്യമായിട്ട് വളർത്തിയിട്ട് പിന്നെ വഴക്കൂടി എന്തിനാ നാട്ടുകാരെ കൊണ്ട് അറിയിക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പം നമുക്ക് അത് ശരിയാവത്തില്ല പോക്കെന്ന് മനസ്സിലായപ്പോൾ ഞാനിങ്ങ് പിന്മാറി. ഞാൻ അങ്ങനെ ഇറങ്ങി അപ്പച്ചയുടെ വീട്ടിൽ പോയിന്ന്. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരുമ്പോൾ എൻ്റെ അടുത്ത വീട്ടിൽ താമസിച്ചൊരു കൂട്ടർ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. കുറച്ച് നാളൊന്നും മാറി താമസിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട് എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഒരു സമയം പിന്നെ ദേഷ്യപ്പെട്ട് വന്ന് പിന്നെ ഒരവസ്ഥയിൽ വന്നിട്ട് നമ്മളെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടാ കയ്യെ വെട്ടിയിട്ടാ മരിക്കുന്നത് എനിക്ക് പ്രശ്നമില്ല. നമുക്ക് നടക്കാൻ
ആരും ആസ്പത്രി കൊണ്ടുപോകാനുമില്ല, നമ്മളെ നോക്കാനും ആരുമില്ല, എഴുന്നേറ്റ് പോകാനും ആരുമില്ല. എത്രയോ നമ്മൾ ടി വിയിലും പത്രത്തിലും കാണുന്നതാ. നമ്മളങ്ങ് പിന്മാറി ഒഴിഞ്ഞേക്കാം. അപ്പോൾ ഓരോരുത്തർ പറയും, പിന്നെ പോലീസിൽ പറയാൻ, ഞാൻ പ്രസവിച്ച മകനെ ഞാൻ പോലീസിൽ പറയാൻ പോകുമോ? എൻ്റെ മകനോട് എനിക്ക് വെറുപ്പുണ്ടായില്ലേ പറയാൻ പോകുമോ? അവൻ നന്നായി വരണമെന്നും പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും പ്രതീക്ഷിച്ച് നോക്കിയത്. അവസാനം അവൻ എന്നോട് സ്നേഹമില്ലാത്ത തീരെ രീതിയിൽ ഇങ്ങനെ കണ്ടു. എന്നെ ഉപദ്രവിച്ചതൊന്നുമില്ല കേട്ടോ. ചേച്ചിയുടെ ഒരു മോഡെടുത്ത് മാത്രം രഹസ്യമായിട്ട് പറഞ്ഞിട്ട് എൻ്റെ ആധാരവും ഒരുമാതിരി കടക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് ആരോടും പറയണ്ട, നമ്പരാക്കും കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പോഴും ഇവിടെ നമ്പരും കിട്ടിയില്ലല്ലോ. ഇനി വരുന്നത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന കൂട്ടുകാരിയും കൂടെ ഇവിടെ വന്നു. അപ്പോഴും ഈ അന്നിരുന്ന മദറും ഈ മാനേജറുമായിട്ട് എഴുതി ചേർത്തു. പറഞ്ഞെനിക്ക് ആരുമില്ല, എന്ത് വന്നിരുന്നാലും ഇവരൊരു അന്യത, അവർക്കും ഒരു എന്നെ കൊണ്ടൊരു പാടാവാൻ പാടില്ല. മകൻ എപ്പോഴെങ്കിലും വന്നിട്ട് ഇല്ല, മകൻ അന്വേഷിച്ചിട്ടുമില്ല. ഞാൻ 3 മാസം വരെ അങ്ങടെ അപ്പച്ചറ വീട്ടിൽ നിന്ന് അടുത്ത റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അവർ ചോദിച്ചടാ നിൻ്റെ അമ്മയെ കാണാൻ വരുന്നില്ലയോ? എനിക്കറിയാം അമ്മമ്മയുടെ വീട്ടിലുണ്ടെന്ന്. എനിക്ക് അങ്ങനെ ഒരാളില്ല, എനിക്ക് അങ്ങനെ ഒരാളെ കാണണ്ട ഇങ്ങനെ പറയുന്നു. മദ്യപാനുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാത്ത രീതി കൂടെ ഒക്കെ എല്ലാം ഉണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. എൻ്റെ മുന്നിൽ കാണിച്ചിട്ടില്ല, അതായിരിക്കുമല്ലോ ഈ വെറുപ്പുണ്ടാകുന്നത്. അത് ഞാൻ പറയുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റി. അല്ല, എന്നിട്ട് പിന്നെ എന്താ, പിന്നെ അമ്മ പിന്നെ ഒരു തവണ പോലും കണ്ടില്ല. ഞാൻ പിന്നീട് ഇവിടെ വന്ന് ചേർന്നതിന് ശേഷം 1.5 വർഷം കഴിഞ്ഞ് പോയി. അന്ന് ചെന്നപ്പോൾ ഇവനെ കാണണം, കാര്യങ്ങൾ മൊത്തം പറയണമെന്നും പറഞ്ഞ് ഇവൻ ജോലിക്ക് പോകാത്തമ്മ വായനശാലയിലൊക്കെ ഇരിക്കും. അങ്ങനെ പോയി നിന്ന് അപ്പം അവനോടുണ്ടെന്ന് ഞാൻ അറിഞ്ഞ അവൻ്റെ കൂട്ടുകാരൻ്റെ കട അപ്പുറത്തുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് അവൻ അന്നേരം അവിടെ നിൽക്കും. ഇങ്ങ് വാടാന്ന് പറഞ്ഞു. ഇതുപോലെ ഞാൻ കസേര ഇങ്ങ് വാടാന്ന് പറഞ്ഞു. ഇത്ര അകലെയുള്ളൂ. അവൻ അവിടെ തന്നെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ അമ്മ വിളിക്കില്ല, അടുത്തോട്ട് വന്നു. അന്നേരം അവൻ ഇങ്ങോട്ട് വന്നതുമില്ല. അത് അവരോട് പറയുന്നു എനിക്കങ്ങനെ ഒരാളില്ല, എനിക്കങ്ങനെ ഒരാളെ കാണണ്ടെന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം ഉണ്ടായി? എനിക്കറിയത്തില്ല അങ്ങനെ പറയുന്നത് എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ. പിന്നെ അങ്ങനെ പറയുന്നു. അപ്പോൾ എന്നിട്ട് ഞാനൊരു എൻ്റെ കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു. ഞാൻ ആ പോക്കറ്റിലോട്ട് വെച്ച് കൊടുത്ത്. അപ്പോൾ വെച്ചപ്പം പുറകോട്ട് നീങ്ങി എനിക്ക് എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചില്ല. ഞാൻ ഉടനെ അടുത്ത കൂട്ടുകാരൻ്റെ പോക്കറ്റ് വെച്ച് കൊടുത്ത്. കാരണം അവിടെ ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് അവിടെ. പക്ഷേ ഇവന് എൻ്റെ മോനെ പറ്റി ഞാൻ എന്തിനാ ഇത് പറഞ്ഞു, ഞാൻ എൻ്റെ മുന്നിൽ കണ്ടിട്ടില്ലെങ്കിലും ഇവന് ശരിയായിട്ടുള്ള ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിയും അപ്പോഴാണ് എന്നെ കണ്ടുകൂടാതെ വരുന്നത്. അങ്ങനെ പലരും പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി അവനെ ശാസിക്കാനോ പറയാനൊന്നും പോയിട്ടില്ല. ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. പിന്നെ കുറെ അകന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ട്, നമ്മളെ ഒരു കൈതാങ്ങാനുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വരത്തില്ലല്ലോ. ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ലോകത്ത് ഞാൻ ഇറങ്ങി ഇങ്ങനെ റോഡിൽ നടന്നിട്ട് രാത്രി ഇവിടെ പോയി കിടക്കും. ആ ഒരൊറ്റൊരു സുരക്ഷിതമായ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ അപ്പോൾ ബന്ധുക്കളൊക്കെ അകലെയൊക്കെ ഉണ്ട്. അങ്ങോട്ട് നമ്മൾ പോയാലും അവരുടെ മുമ്പിൽ നമ്മൾ നാണം കെട്ടേണ്ട മോനെ ഇട്ടിട്ട് ഞാൻ ചെന്നല്ലേ പറയൂ. അപ്പോൾ ഇത് പറഞ്ഞാലും അവരൊന്നും ഇവനുണ്ടായതുകൊണ്ട് കേട്ടത്തില്ല. കയറും കുറച്ച് നാളൊക്കെ നിൽക്കുമ്പോൾ വീണ്ടും അത് വേണ്ടാന്ന് വിചാരിച്ച്. അപ്പോഴവർ ആ കാരണം കൊണ്ട് ഞാൻ എങ്ങും പോയില്ല. അങ്ങനെ ഇരുന്ന് ഒന്നുകിൽ നമ്മൾ മരിക്കണം, അല്ലേ അതേ രക്ഷയുള്ളൂ. അല്ലാതെ ഈ ലോകത്തെ മനുഷ്യരുടെ മുമ്പ് ഈ രാത്രി സമയങ്ങളിൽ നമുക്കെങ്ങും പരിചയമില്ലെങ്കിൽ തങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ ഞാൻ കൂട്ടുകാരോട് പറയുകയും ഇവിടെ വിളിച്ച് പറയുകയും ഇവിടെ വന്ന് കാണാനിടയായത്. ഇവരെന്നെ ചേർക്കുകയും ചെയ്തപ്പോൾ ഞാൻ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് നല്ല സുഖമാണ്. ഇവിടെ യാതൊരു കാര്യവും നമ്മൾ കൊടുക്കണ്ട, നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ സമയങ്ങളിലും നമുക്കിവിടെ തന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ 1.5 വർഷം കഴിഞ്ഞ് ഞാൻ പോയിട്ട് ഞാൻ ആധാരം ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ആധാരവും എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ ഇച്ചിരി സ്വർണ്ണം ഉണ്ടായിരുന്നു, അതും വിറ്റിട്ട് ആ കാശും ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ പേര് ഞാനിവിടെ ബാങ്കിലിട്ടിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, എങ്കിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ മരിച്ചാൽ ഈ ആധാരവും ആ പൈസയും എൻ്റെ കാലിൽ കിടന്ന കമ്മലും എൻ്റെ മകന് കൊടുക്കണം. അത് പഞ്ചായത്ത് മൂലം ആരെങ്കിലും വന്ന് വരുമ്പോൾ അത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് പഞ്ചായത്തിൽ നിന്ന് ഞാനൊരു റെക്കോർഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ 2ാമത് പോയപ്പോൾ കൊണ്ടുവന്നു. ഇവിടുത്തെ റെക്കോർഡ് പഞ്ചായത്തിലും കൊടുത്തിട്ടുണ്ട്. കുട്ടികളുണ്ടായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു വിഷമം. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. അപ്പം ഞാനൊന്ന് ഒരു ശല്യത്തിനും പോയിട്ടില്ല, ഒരു വഴക്കിനും പോയിട്ടില്ല.
ഞാൻ അത്രത്തോളം ലാളിച്ച് നല്ല രീതിയിൽ വളരണമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം ബോർഡിങ്ങിൽ കൊണ്ട് നിർത്തി പഠിപ്പിച്ചിട്ട് തിരുനെൽവേലി വിട്ട 3 വർഷം അതും പഠിച്ച് വന്നിട്ട് അവനോട് കൊല്ലത്ത് വന്നാൽ ഈ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു മാതിരി ജീവിക്കാതെ മതി, 2 പേരല്ലേ. എന്ത് ജോലി ചെയ്യണം? ഈ പ്രസ്സിലെ പണിക്ക് പോകും. 2 പേരേ ഉള്ളു. ഒരു കൊച്ചിനെയും കൂടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാ എങ്ങനെയും ജീവിച്ച് പോകാം. എനിക്ക് കുറച്ച് ആൾ കഴിഞ്ഞിട്ടില്ലേ നമുക്ക് തീരെ വയ്യാതെ വരുന്നൊരവസരം പിന്നീടില്ല. അപ്പോൾ അതുവരെ ആകുമ്പോൾ അവർക്ക് നമ്മളും കൂടെ ഒരു താങ്ങ് കാണുമല്ലോ എന്നൊക്കെ അവർ ഒരുപാട് പറഞ്ഞു നിൽക്കും. കാരണം എന്താണെന്ന് ചോദിച്ചില്ല? കാരണം ചോദിച്ചില്ല. കാരണം അവനോട് ചോദിക്കാനില്ല. അവൻ ഞാൻ പറയുന്നതല്ല കേൾക്കുന്നത്. ചോറ് എടുത്തു കൊടുത്തു, മക്കളെ ഇച്ചിരി ചോറ് കൊടുത്തിട്ട് എടുത്തതങ്ങ് എറിയും. ചിരിക്കാൻ പാടില്ല, കരയാൻ പാടില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ സൈക്കാട്രിസ്റ്റ് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. അത് കൊണ്ടുപോകാൻ വരത്തില്ലല്ലോ. അങ്ങനെ പലരോടും ചട്ടം കെട്ടി വെച്ചിട്ട് എനിക്കൊന്ന് ആശുപത്രിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെയും വിളിച്ച് കൊണ്ടുപോയി തിരുവനന്തപുരത്ത്. അവിടെ ചെന്ന് സൈക്കാട്രിസ്റ്റ് സംസാരിച്ചപ്പോൾ പറയുന്നു ഇവന് വലിയതായിട്ട് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേങ്കിൽ ലഹരി സാധനം ഉപയോഗിക്കും. അവനോട് ചോദിച്ചിട്ട് അവൻ ഇല്ല 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 എന്ന് പറയുന്നു. അപ്പം ഒരിക്കൽ എനിക്കൊരറിവ് കിട്ടി. അപ്പോൾ നമ്മൾ ഡോക്ടറോടും പിന്നെ വക്കീലിനോടും കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ലഹരി സാധനം കഴിക്കുന്നതായിട്ട് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരിക്കലും കൃഷ്ണകുമാറിന് ലഹരി സാധനം തൊടാൻ പാടില്ല, കൃഷ്ണകുമാറിൻ്റെ നരമ്പിനെ അത് ബാധിക്കും, അത് പ്രാന്തന്മാരെ കൂട്ടായിപ്പോവും, ഒരിക്കലും കഴിക്കരുതെന്ന് പറഞ്ഞു. ഇത് വീട്ടിൽ അറിഞ്ഞിട്ടൊക്കെ നമ്മളെ അങ്ങ് വീട്ടിൽ ഗുളികയൊക്കെ എഴുതി തന്നതൊക്കെ മേടിച്ച് കൊണ്ടുവന്നു. അവൻ ഗുളിക കഴിച്ചിട്ടുമില്ല. ഒരിക്കൽ നോക്കിയപ്പോൾ അത് മേശയ്ക്കകത്തിരിപ്പുണ്ട്. കൂടുതൽ ദേഷ്യം എന്നോട്. ഞാനത് പറഞ്ഞു എന്നും പറഞ്ഞ് അവിടെ വരപ്പെട്ട് പറയാതിരിക്കാൻ പറ്റും. അവൻ വരത്തേ ഇല്ല. അങ്ങനെ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ എന്തെങ്കിലും വന്നു പോയാൽ കൊണ്ടുപോകാൻ ആളില്ല, കൂടെ വരാൻ ആരുമില്ല. നമ്മൾ പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ അതുകൊണ്ട് അവനങ്ങനെ നേരത്തെ അങ്ങനെ ഇത് കാണുമായിരിക്കും ഉണ്ടെന്നാ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് 1.5 വർഷത്തിന് ശേഷം പിന്നെ അമ്മ പോയിട്ടില്ല? ആദ്യം 1.5 വർഷം, ഇപ്പോൾ 2.5 വർഷം വീണ്ടും ആയി. പോയിട്ടില്ല. പോയിട്ടും കാര്യമില്ല. പോയിട്ട് ഞാൻ ഇനി പോന്നേത്. അപ്പം ഞാൻ ആധാരം ഇഞ്ഞ് കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് പോയിരുന്നു. പിന്നെ ആരും ഒരു ഫോൺ വിളിക്കുന്നുമില്ല. നമ്പരൊക്കെ പലർക്കും കൊടുത്തിട്ട് വന്നു. ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ട് വന്നു. എല്ലാവരും അറിയട്ടെ ഞാൻ ഇന്നതുപോലെ എന്നടുത്താന്ന് അറിയട്ടെ, ആർക്കെങ്കിലും വിളിക്കാം. അല്ലെങ്കിൽ അവർ ഒരിക്കലും എവിടെയോ എന്തെന്നൊക്കെ അറിയത്തില്ല. അങ്ങനെ കൊടുത്തു. ആരും നമ്മളെ വിളിക്കുന്നുമില്ല. പിന്നെ ഞാൻ വെറുതെ അങ്ങോട്ടും എന്തിനാ വിളിക്കുന്നത്? മകളെ അന്വേഷിക്കാറുണ്ടോ? ഇല്ല, അന്വേഷിച്ചിട്ടേ ഇല്ല. ഇതുവരെ വിളിച്ചിട്ടുമില്ല, അന്വേഷിച്ചിട്ടുമില്ല. അപ്പോൾ ഈ ഭയം കൊണ്ടാണ് ഞാൻ വന്നത്. എന്തെങ്കിലും നമുക്കൊരു ആപത്ത് സംഭവിച്ചു പോയാൽ നോക്കാൻ ആരും ഇല്ലല്ലോ. കൂടുതൽ അത് കഴിഞ്ഞപ്പുറത്തെ ഞാൻ 4-5 വർഷങ്ങൾ സഹിച്ചിട്ടാ. പല വിഷമങ്ങളും ഉണ്ട്. ഒരു സ്നേഹമില്ലാത്ത രീതിയിൽ 4-5 വർഷങ്ങളിങ്ങനെ നിൽക്കുന്ന നിലയ്ക്ക് എനിക്ക് 100 രൂപ, 1000 രൂപ, 500 രൂപ എന്നൊക്കെ പറയും. ഇവൻ വിഷമിക്കാതെ എവിടെയെങ്കിലും ഞാൻ ഇവിടെ പോകാം, എനിക്ക് ഇവിടെ കൊല്ലത്ത് പോകാം, ഞാൻ തിരുവനന്തപുരം പോകാമെന്നൊക്കെ പറയും. ഞാൻ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി കടമൊക്കെ മേടിച്ച് കൊടുക്കും. അങ്ങനെയെങ്കിലും പോയിട്ട് വരട്ടെ. അത് പോയി അവിടെ വരെ പോയിട്ടെങ്കിൽ തിരിച്ചു വരും. എന്നാലും പിന്നെ അത് തന്നെ ഗതി. എന്നെ കണ്ടും കൂടെ അവൻ്റെ സർവ്വകാര്യങ്ങളും നമ്മൾ നോക്കണം. ആകെപ്പാടെ നമ്മളൊരു 2 തുണി വല്ലതും തയ്ച്ചു കൊടുത്തിട്ടായിരിക്കും. അല്ല വരുമാനം ഇല്ല. അതിന് പോലും സമാധാനം ഇല്ലാതായി ഭയങ്കര വിഷമിച്ച് അവസാനം എനിക്ക് പേടിയായി. ഇപ്പോൾ ഞാൻ പ്രസവിച്ച മകനെ ഞാൻ പേടിക്കേണ്ട അവസ്ഥ വന്ന ജീവിച്ചത് കുറച്ച് നാളവിടെ. ഭർത്താവുള്ള സമയത്ത് എങ്ങനെയായിരുന്നു? ഭർത്താവുള്ള സമയത്ത് അത്ര അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അന്ന് അവൻ തിരുനെൽവേലിയിലും പിന്നെ തിരുവനന്തപുരത്തൊക്കെ വന്നായിരുന്നു ഈ ജോലികൾ ചെയ്യുന്നതേ. അപ്പോൾ അവനുള്ള കാശ് നമുക്കറിയത്തില്ല എന്താ കിട്ടും ഇത് കിട്ടും എന്നൊക്കെ കൊണ്ടുവന്ന് വീട്ടിലെ കാര്യത്തിനൊക്കെ കൊണ്ടുവന്ന് തരുവൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അതിന് ശേഷം അച്ഛൻ ചോദിക്കാൻ പോലും അച്ഛനില്ലല്ലോ. പിന്നെ ചേട്ടനില്ല, അമ്മാച്ചനില്ല, ആരുമില്ല. പിന്നെ എന്നെ അവന് ഭയവുമില്ല. നമ്മൾ നല്ല രീതിയിൽ വളർത്തണമെന്ന് വിചാരിച്ച് വന്നിട്ട് അത് സ്വഭാവം മാറ്റമായിട്ട് വന്നത്. അമ്മ അമിത ലാളനം കൊണ്ടാണോ മിണ്ടാതിരുന്നത്? അതുകൊണ്ടല്ല. അവൻ ഈ പലയിടത്തൊക്കെ വലിയ താമസം 1 മാസം 2 മാസം 3 മാസം കൂടിയൊക്കെ അല്ലേ വീട്ടിൽ വരുന്നത്. അപ്പോൾ കൂട്ടുകാരോടൊക്കെ ചേർന്ന് സ്വഭാവം മാറിയായിരിക്കാം. പക്ഷേ അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഞാൻ അങ്ങനെ വളർത്തിയിട്ടുള്ളത് എങ്ങനെയാ. ഞങ്ങളൊരു വഴക്ക് കൂടാനോ ശല്യത്തിനൊന്നും പോയിട്ടില്ല. ഞാൻ ഉണ്ടായ വഴക്ക് ശല്യം ഉണ്ടാവും. നമുക്കറിയാം ഇന്നത്തെ കാലമല്ലേ, നമ്മളിത്രയും ഒതുങ്ങി പിന്മാറുന്നതല്ലേ നല്ലത്. നമുക്ക് തന്നെയല്ലേ നാണക്കേട്. നമ്മൾ കിടന്ന മക്കളും നമ്മളുമായിട്ട് കിടന്ന് തല്ലുകൂടിയ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? അതും ഇല്ലല്ലോ.
അപ്പോൾ മറ്റുള്ളവർ ശരിക്കും ശരിയായിട്ടുള്ള തരത്തിലാകുന്ന വിഷമം അമ്മ അറിയിച്ചിട്ടില്ല എന്നാണോ? മറ്റുള്ളവർ അടുത്തുള്ളവർക്കും ഒരുമാതിരി ബന്ധുക്കൾക്കൊക്കെ അറിയാം, കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമുദായത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ മുന്നിട്ട് നിന്നൊരു കല്യാണം കഴിക്കാൻ നോക്കി, പിന്നിൽ ഞാൻ നിന്നോളാം, ഞാനാന്ന് പറയണ്ട എന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ പറഞ്ഞു നോക്കി, ഒന്നും കേൾക്കത്തെ. ഞാൻ വെച്ചൊരു കല്യാണമെങ്കിലും കഴിച്ചാൽ ആ വീട്ടുകാരോ ആ പെൺകുട്ടിയൊക്കെ കാണുമല്ലോ, അങ്ങനെയെങ്കിലും പറഞ്ഞ് നേരെയാക്കുമെന്ന് വിചാരിച്ച്. ഒന്നിലും അവൻ കേൾക്കുകയില്ല പറഞ്ഞിട്ട്. എത്ര വയസ്സുണ്ടോ മകന്? ഇപ്പം അവന് 35 വയസ്സ് കാണും ഉണ്ട്. അത് ഒത്തിരി വർഷത്തിന് ശേഷം ഉണ്ട്. ആദ്യം ഒരു കുട്ടി മരിച്ചു പോയായിരുന്നു, പിന്നെ 10-18 വർഷം ഇല്ലാതിരുന്നുണ്ടായതാണ്. അതായി കൂടുതൽ നമ്മൾ സ്നേഹമായിട്ട് വളർത്തിയതും ഒക്കെ. അപ്പോൾ അത് ഇങ്ങനെ എനിക്ക് അവൻ്റെ തരത്തിലുള്ള ഈ ആൺപിള്ളേരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ചിന്തയാണ് വരുന്നതേ. എല്ലാവരെയും കണ്ടാലും എൻ്റെ മക്കളെ പോലെ തോന്നിക്കുന്നത്. എനിക്ക് അവനോട് ഒരു വെറുപ്പും ഇല്ല, സ്നേഹമേ ഉള്ളൂ. ഞാൻ എന്നും അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അവനൊരു ആപത്തും വരില്ല. ഈ പനി ഈ നാശനഷ്ടങ്ങൾ വരുമ്പോഴെല്ലാം പറയും, എൻ്റെ ആരും ഞാൻ ഓർക്കത്തില്ല. അവനൊരാപത്ത് വരല്ലേ അവനാരും ഇല്ലേ, എനിക്കാരും ഇല്ല, എന്നാലും എനിക്കൊരു സ്ഥലം കിട്ടിയല്ലോ. എന്ത് വന്നാലും ഇവർ നോക്കുമല്ലോ. അവനെന്തേലും വന്നാൽ ആരും ഇല്ലല്ലോ. പക്ഷേ എന്നെ നിർത്തത്തൂല, ഒരു വിധത്തിൽ സഹിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി തിരിച്ചത്. അങ്ങനെ അവൻ ആര് ചോദിച്ചാലും അവൻ എന്നെപ്പറ്റി ഒരു വിഷമവും ഇല്ലാതെ അവൻ സംസാരിക്കുന്നത്. ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, അതിനുള്ളിടം ഞാൻ കൊടുത്തില്ല. വരുമ്പോഴെല്ലാം അവന് എന്ത് നമ്മൾ പറഞ്ഞാലും എന്ത് ചെയ്താലും അവന് ഇഷ്ടമല്ല. ഭയക്കുന്ന രീതിയിൽ അവൻ സംസാരിക്കുന്നേയും പറയുന്നേയും. ഉപദ്രവിച്ചില്ലേലും ഉപദ്രവിക്കും എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി. അപ്പം എനിക്ക് പിടിച്ചു നിൽക്കാനോ എനിക്ക് വേണ്ടി ഒരു വാക്ക് ചോദിക്കാനോ ആരുമില്ല. അപ്പോൾ പിന്നെ ഞാൻ പിന്മാറിയേക്കാം, ഞാൻ എവിടെയെങ്കിലും പോയേക്കാം, അവൻ ജീവിച്ചോട്ടെ ഇവിടെ എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു. അമ്മ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് വളരെ ആലോചിച്ച് തീരുമാനിച്ച് ഉറച്ചിറങ്ങിയതാ. ആരുടെ ഉദ്ദണ്ണത്തിലും അല്ല, ആരുടെ നിർബന്ധത്തിനും അല്ല ഞാൻ വന്നത്. അങ്ങനെ വന്നതാ. എനിക്ക് അതുകൊണ്ട് യാതൊരു വിഷമങ്ങളും ഇല്ല. ആരുടെയൊക്കെ കൂടെ ബന്ധുക്കൾ വരികയും പോവുകയും അവരുടെ ആവശ്യങ്ങൾക്ക് കൊണ്ടുപോവുകയും വരുമൊക്കെ ചെയ്യും. പലരും വരും, നല്ല നല്ല സാമ്പത്തിക ശേഷിയുള്ള കൂട്ടരൊക്കെ ഇവിടെ വരുന്നതൊക്കെ കാണാം. ആര് വന്നാലും പോയാലും ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോകത്തില്ല. എനിക്കതിലൊരു വിഷമവും ഇല്ല. കാരണം ഞാൻ ആലോചിച്ച് തീരുമാനിച്ച് വന്നതല്ലേ. എനിക്കങ്ങനെ ആളുകൾ വരാനില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തെങ്കിലും ഒരിക്കൽ എൻ്റെ മോൻ നന്നായി വന്നാൽ കാണാമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിൽ വരും. നന്നായി വന്നിട്ട് അമ്മയെ വിളിക്കുകയാണെങ്കിലും അതിപ്പോഴെനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അതന്നല്ലേ തീരുമാനിക്കാൻ പറ്റും. അല്ല, എന്നാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ലേ മകൻ നന്നാവും തിരിച്ചറിയുന്നുള്ളത്? നന്നായി നല്ല രീതിയിൽ വരുമോ എന്ന് എനിക്കൊരു പ്രതീക്ഷ ഉള്ളിൽ തോന്നുന്നില്ല. അങ്ങനെ വരുവാണെങ്കിൽ എനിക്ക് ഈ സുഖം കിട്ടത്തില്ല, എനിക്ക് ഇവിടെ അത്ര സുഖമുണ്ട് എനിക്ക്. അല്ല, മകൻ്റെ കൂടെ ഉണ്ടാവുന്നത് മറ്റൊന്നിൻ്റെ അപ്പുറത്തല്ലേ? അതൊരു നമുക്കൊരു ആഹാരത്തിനും വസ്ത്രത്തിനും അപ്പുറത്തല്ലേ ഒരു മകൻ കൂടെ ഉണ്ടാവുമെന്ന് പറയും. കൂടെ ഉണ്ടായാലും ആ രീതിയിലാകണമല്ലോ മകൻ. എനിക്ക് ചുമ്മാ എല്ലാവരുടെയും കൂടെ എന്നെ അടിച്ച് പിടിച്ച് ഇറങ്ങിപ്പോ പറഞ്ഞ് തള്ളിവിട്ട് അങ്ങനെയൊന്നും എനിക്കില്ലാത്തതൊന്നും പറയാൻ വയ്യ. ഞാനുള്ള കാര്യമാണ് പറയുന്നത്. ഉള്ളതന്നെ വേണ്ടു. ഇല്ലാത്ത പറഞ്ഞിട്ട് കാര്യം എന്തോ, എന്നെ ഒന്നും ഉപദ്രവിച്ചിട്ടും ഇല്ല, ഒന്നുമില്ല. അപ്പം ആ വീട് ഒരു 5-6 വർഷങ്ങളിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള വേദനയും വിഷമവും ഓരോ വാക്കിലും നമ്മുടെ ചങ്കിത്തറയ്ക്കുന്ന പിച്ചാത്തിക്ക് കുത്തുന്നേക്കാട്ടി വേദന ഉള്ളി വരും. ആ വേദന വെച്ച് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ശരീരം വല്ലാതെ വരും, ഉടനെ തലകറക്കം വരും. അതും വെച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം വെക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, കൊണ്ടുവരണം, കൊടുക്കണം, ജോലി ചെയ്ത് കാശുണ്ടാക്കി മേടിച്ച് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കേണ്ട അവസ്ഥയാലും സ്വസ്ഥത തരത്തില്ല, സമാധാനം തരത്തില്ല. എന്തെല്ലാം പറഞ്ഞു നോക്കി, മോനെ നീ ഒന്നും വേണ്ട, നീ ജോലി ചെയ്യുന്ന കാശ് നീ എനിക്ക് തരണ്ട, നീ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ട് നിനക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. നീ ഒരു പെങ്കൊച്ചിനെ പാവപ്പെട്ടനെ വിളിച്ചോണ്ട് വാ, നിനക്ക് ഇഷ്ടമുള്ളതിനെ വിളിച്ചോണ്ട് വാ എന്ന് വരെ. നമുക്കൊരു പെൺകുട്ടി വേറെ കൊച്ചുങ്ങളില്ല, ഇനി വരുന്ന പെൺകുട്ടി നമ്മുടെ മക്കളെ പോലെ നമ്മൾ വിചാരിക്കത്തുള്ളൂ. അതൊക്കെ ഞങ്ങളുടെ അയലത്തുള്ള എല്ലാവർക്കും അറിയാം. അതൊക്കെ അവൻ്റെ കാര്യം നാക്കെടുക്കുമ്പോൾ എല്ലാവരും പറയും, എന്നാലും ഈ ചേച്ചി ഇങ്ങനെ വളർത്തിയിട്ട് ഇങ്ങനെ ആന്നല്ലോ എന്ന് പറയും. അതിലെത്തങ്ങും ആരോടും വഴക്കിനൊന്നും പോവുകയല്ല. ഇനി ഇപ്പോൾ എങ്ങനെ എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ ഞാൻ ചെന്നപ്പോൾ ഒക്കെ ആളുകൾ പറഞ്ഞു പിന്നെ ശരിക്കും മദ്യപിക്കുകയൊക്കെ ചെയ്യുമെന്ന്. അപ്പോൾ പിന്നെ അതെനിക്ക് കൂടുതൽ ആധിയുണ്ട് മനസ്സിൽ. നല്ലതായിട്ട് വളർത്തണമെന്ന് വിചാരിച്ച് വന്നിട്ട് അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ സഹിക്കാൻ വയ്യ, നെഞ്ചിനകത്ത് അതങ്ങ് തറഞ്ഞു പോയി. എന്ത് ചെയ്യാനാ, ചാകാൻ
എനിക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്ക് സമയമായിട്ടില്ല. എങ്ങനെയാണ് മരിക്കുന്നതെന്ന് അറിയണം. മരിക്കുമ്പോൾ എൻ്റെ പേടി. ഒറ്റ ജീവിതമുള്ളൂ, അതിൽ നമ്മൾ ആത്മഹത്യ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഒളിച്ചോട്ടാണ്. എന്തിനാ നമ്മളിങ്ങനെ നമുക്ക് എവിടെ പോകും, എങ്ങോട്ട് പോകും? നമുക്കൊന്ന് തലചായ്ക്കാൻ ഒരു സ്ഥലം വേണമല്ലോ. അപ്പം അവനെ നിർത്തിയിട്ട് നമ്മൾ വീട്ടുകളിൽ പോയി അവർ നിർത്തിയാലോ നമ്മൾ. ഇവൻ നിർത്തത്തുമില്ലല്ലോ. അന്നേരം ചിലപ്പോൾ വരത്തില്ലേ, അവിടെ അവരോടും മഴത്തിന് വരത്തില്ലേ. അതൊക്കെ പേടിച്ച് അവിടെ നിന്ന് ഒഴിഞ്ഞ് ദൂരെ പോകാമെന്നല്ല. എന്നാൽ ഇങ്ങനെയൊന്നും മാറുന്ന കുറച്ചാൾ കഴിഞ്ഞാൽ വരുമ്പോൾ തിരക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. തിരക്കിയില്ല. പിന്നെ ഞാൻ അവിടെ പലയിടത്തോട്ടും നമ്പറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ കുടുംബശ്രീയിലും ഞങ്ങളുടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ മോളായിട്ടൊന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്ത അപ്പച്ചയുടെ വീട്ടിലൊക്കെ എല്ലാം അവനറിയാം. ഞാൻ എവിടെ എന്താ ഇതെന്നൊക്കെ അറിയാം. നമ്പരൊന്നും അവൻ ചോദിച്ച് മേടിച്ചും കാണത്തില്ല. അവന് വരണമെങ്കിലല്ലേ. ഒന്നും വിളിച്ചു വെച്ചിട്ടില്ല, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു റേഷൻ കാർഡ് മാത്രമുള്ളത് മേടിച്ചുകൊണ്ട് പോയിട്ട് തിരികെ കൊണ്ട് കൊടുത്തിട്ടുമില്ല. ആ റേഷൻ കാർഡ് ഞാനിതുപോലെ വിളിച്ച് പറഞ്ഞ് വെച്ചിടത്ത് അവൻ ചോദിച്ചാൽ കൊടുത്തേക്കണം, അവൻ്റെ പേരിലാക്കിയേക്കാം, അച്ഛൻ്റെ പേരിലിരിക്കുക. ഇല്ല കാർഡ് മാറിയ അവസരത്തിലേ അവൻ്റെ പേരിൽ മാറിക്കോളാൻ പറയണേന്ന്. അവൻ ആ കാർഡ് കൊണ്ടുവിട്ട് അവൻ ഫോട്ടോ എടുത്തതുമില്ല, അവനും അവൻ്റെ പേരിലാക്കിയിട്ടുമില്ല, റേഷൻ കാർഡ് തിരിച്ചുകൊണ്ട് കൊടുത്തിട്ടുമില്ല. എവിടെ കൊണ്ട് കളഞ്ഞോ എന്തോ ചെയ്തോ. അങ്ങനെ അവൻ്റെ ഒരു ഇത്. അപ്പം ഞാൻ ഈ ആധാരം കൂടെ അവിടെ വെച്ചിട്ട് വന്ന് അവൻ എടുത്ത് നശിപ്പിച്ച് കളയുമോ എന്നൊരു പേടി. കാരണം അവനല്ലേ അതിൻ്റെ പിന്നത്തെ പിൻഗാമി. എന്നിട്ട് ഞാൻ വില്ലേജിലും പഞ്ചായത്തിലൊക്കെ ഞാൻ കരകടയ്ക്കുന്നിടത്തൊക്കെ പറഞ്ഞ് ഈ ആധാരം കൊണ്ട് ആരെങ്കിലും വന്നൊന്നും കടപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഓഫീസുകളൊക്കെ. എന്നാലും ആളുകൾ മാറിയല്ലേ, അവർക്ക് ഓർമ്മയുണ്ടോ. എങ്കിലും ശരി, ഇവൻ ചിലപ്പോൾ ഇത് മകനാന്ന് കാണുമ്പോൾ എന്തെങ്കിലും കുറച്ച് കടം വെച്ച് കടപ്പെടുത്തിയാലേ എന്തേലും കുറച്ചെടുക്കും, അവൻ തിരിച്ചടയ്ക്കത്തുമില്ല. അവസാനം അത് ഗവൺമെൻറ് കൊണ്ടും. അപ്പോൾ അവനും ഇല്ല. എൻ്റെ മരണം വരെ അതെൻ്റെ അച്ഛനും അമ്മയൊക്കെ മേടിച്ച് തന്നെ അത് എൻ്റെ മരണം വരെ അത് കിടക്കട്ടെ. മരിച്ചു കഴിഞ്ഞിട്ട് അവൻ എന്തോ ചെയ്തോട്ടെ. അതിനാണ് ഞാൻ ആധാരം ഇവിടെ കൊണ്ടുവന്ന്. ഇവിടെ ആരും പറഞ്ഞിട്ടല്ല കൊണ്ടുവന്നേ. പിന്നെ ഞാൻ അവരോട് പറയുന്നത് ഇന്നേ അവരിവിടെ ആരും ഇത് കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ എന്നിട്ട് അങ്ങോട്ട് ചോദിച്ചോടും മദറോട്, ഞാൻ കൊണ്ടുവന്ന ആധാരം നിങ്ങൾക്കൊന്ന് കാണണ്ടേ, ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞില്ലേ. ഓ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒരു മരണപത്രം എഴുതി വെച്ചാൽ മതി, എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അതുപോലെ ചെയ്തോളാം. ഞാൻ പറഞ്ഞു മരിച്ചാലും എനിക്ക് ഇവിടുന്ന് പോകണ്ട, ഇവിടെ നിങ്ങൾ തന്നെ എല്ലാം ചെയ്തുകൊണ്ടാൽ മതി. പക്ഷേ ഈ വിവരം അറിയിക്കണം. നമ്പർ കൊടുത്തിട്ടുണ്ടേ ചിലരെയൊക്കെ, പിന്നെ പഞ്ചായത്തിലേക്ക് ഉണ്ട്, പല ആളുകളെയും നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചിട്ട് അവനെ കൊണ്ടുവരുവാണെങ്കിൽ അത് കൊടുത്തേക്കാൻ പറഞ്ഞു. കുറച്ച് രൂപയും ഞാനിവിടെ ബാങ്കിലിട്ടിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ. അത് സ്വർണം വിട്ടതാച്ചിരെ, വേറെ ഞാൻ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അത് ഞാൻ മരിച്ചു കഴിയുമ്പോൾ ആ പൈസയും ഈ കമ്മലും എല്ലാം അവന് ആധാരമായിട്ട് അവന് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്തായാലും ഇവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പ്രോഗ്രാം കാണുകയോ മറ്റു കൂട്ടുകാരൊക്കെ അറിയുകയോ ചെയ്തിട്ട് മകൻ നന്നാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവൻ പുതിയൊരു ജീവിതം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് പലപ്പോഴും പല സമയത്തും വഴിതെറ്റാം. അതിന് പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ അത് സ്വയം തിരിച്ചറിഞ്ഞ് നല്ലൊരു വഴിയിലേക്ക് തിരിച്ചു വരട്ടെ, അമ്മയുടെ മനസ്സിന് നല്ല സന്തോഷം പ്രദാനം ചെയ്യാൻ പറ്റട്ടെ എന്നതാണ്. മകൻ അകലെയാണെങ്കിലും വളരണം എന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും സംഭവിക്കട്ടെ എന്നാണ്. സംഭവിക്കട്ടെ. അവനിപ്പോ വന്നെന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അവൻ നന്നായി, അവനൊരു കുടുംബമായി അവൻ ജീവിക്കട്ടെ. എനിക്ക് അവൻ കേട്ടാൽ മതി, സന്തോഷം മതി. ഇടയ്ക്ക് എന്നെ വന്ന് കാണട്ടെ, ഞാനും വേണേൽ പോയി കാണാം, വരാം. അതിനപ്പുറം എനിക്ക് പോയി നിൽക്കണമെന്ന് ഇഷ്ടമില്ല. കാരണം ഇവിടെ നമുക്കൊരു കഷ്ടമാണെങ്കിലല്ലേ ഇവിടുന്ന് നമുക്ക് പോകാൻ തോന്നുമോ. അങ്ങനെ അപ്പോൾ എന്തായാലും അത് സംഭവിക്കട്ടെ, മകൻ നന്നാവട്ടെ, അമ്മയുടെ മനസ്സ് അതിനപ്പുറത്ത് സന്തോഷിക്കാൻ അമ്മയ്ക്ക് കഴിയട്ടെ. എപ്പോഴും അതിൻ്റെ ഒരു വിങ്ങല് നമുക്കുണ്ടാവും. നന്നാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ തിരിച്ചറിവുകൾ വളരെ ബോധ്യപ്പെടാനോ അല്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും ഈ പ്രോഗ്രാം കാണുകയും ചെയ്തിട്ട് അത് സ്വയം മനസ്സിലാക്കി നല്ല വഴിയിലേക്ക്, ചിലപ്പോൾ എന്താ പറയുക, ഈ ബൈബിളിൽ വഴിതെറ്റിപ്പോയ ഒരു ആട്ടുംകുട്ടി ശരിയായ വഴിയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. അത് സംഭവിക്കട്ടെ. ഒരമ്മ മകൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണ്ട എന്നാണ് ആഗ്രഹിക്കുന്നത്. മകൻ നന്നാവണമെന്നും ആ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടെ വളർത്തിയ ഒരു മകൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു എന്ന് അമ്മ വിലപിക്കുന്നു. എത്രയെത്ര മക്കൾ എങ്ങനെ സ്വയം തിരിച്ചറിയാതെ പോകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ.
തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്നേഹത്തെ, നമ്മളെ വളർത്തിയ, നമ്മളെ എന്നും എന്നും താലോലിക്കുന്ന ആ മാതൃത്വത്തിലേക്ക് മടങ്ങി വരാൻ ഓരോ മക്കളും തയ്യാറാവട്ടെ എന്നാണ്. വഴിതെറ്റിപ്പോകുന്ന ഓരോ മക്കൾക്കും ഈ ഒരു അമ്മ പാഠമാവട്ടെ.